അപ്പൊ ഞാൻ പറയാൻ പോണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചില ബ്രൈഡ്സ് അങ്ങനെയാണ്. നമുക്ക് ഈ ആത്മവിശ്വാസം ഉണ്ടല്ലോ, കോൺഫിഡൻസ്, അതങ്ങോട്ട് വാരി കോരി തന്ന് നമ്മളെ കൊണ്ട് ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ കൂടി ചെയ്യിപ്പിക്കാൻ ചിലരെ കൊണ്ട് പറ്റും. അപ്പതാ ഇന്ന് ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഈ വരച്ചു കുത്തുന്ന പൊട്ടുണ്ടല്ലോ അത് ചെയ്യാൻ പോവാണ്. കുറച്ചടിക്ക് മുകളിലേക്ക് പോയാല് കുറ്റം പറയരുത് കേട്ടോ. ബുക്കിങ്ങിന് ശേഷം ഇത്രയും മാസം ഉണ്ടായിട്ടും ആൾ എന്നോട് ഇതിനെ പറ്റി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇവിടെ വന്ന് ഞാൻ ഏത് പൊട്ടിടണം എന്ന് ചോദിച്ച ആൾക്ക് കാണിച്ചു കൊടുത്തപ്പം ആൾ എന്റെ അടുത്ത് പറഞ്ഞു, എന്നാ നമുക്ക് വരച്ചിട്ടുള്ള പൊട്ടില്ലേ, നീ അത് ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എടി ഞാൻ ഇത് മുന്നേ ചെയ്തിട്ടില്ല, എന്നെ കൊണ്ട് ഇതാവുന്ന തോന്നുന്നില്ല. അപ്പൊ ബ്രൈഡ് പറഞ്ഞു, ഏയ് അതൊക്കെ പറ്റും, നീ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്ക്, സിമ്പിൾ അല്ലേ, നീ ഇതുപോലെയാണ് ചെയ്താൽ മതി. അങ്ങനെതാ നമ്മളൊരു ഫോട്ടോ ഒക്കെ നോക്കി ഞാൻ എന്റെ കൈയിന്റെ പുറത്ത് ഒരു 1-2 പ്രാവശ്യം ഒന്ന് വരച്ചു നോക്കി. അപ്പൊ വലിയ സീനില്ല. അപ്പൊ ബ്രൈഡ് പറഞ്ഞു, ദാ ഇത്രേ ഉള്ളൂ, എന്നെ കൊണ്ട് പറ്റും, നീ നേരെ ചെയ്തോ. എനിക്ക് ആ കൈകളെ വിശ്വാസാണെന്നൊക്കെ. ആ കേട്ടത് എന്റെ ഉമ്മച്ചിന്റെ ഡയലോഗ്. അതായത് ഇന്നത്തെ വർക്കിന് കണ്ടല്ല ഒന്ന് അസിസ്റ്റൻസ് ഒക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിട്ട് ഉമ്മച്ചി എന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പ്ലസ് എനിക്ക് സെപ്പറേറ്റ് അസിസ്റ്റന്റും വേറെ ഉണ്ട്. അപ്പൊ ഉമ്മച്ചിയാണെങ്കിൽ അവിടെ ഇരുന്ന് ഫാത്തിമ ആയത്തുൽ കുർസി ഓതി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചോനെ എന്റെ കുട്ടിക്ക് ആ പൊട്ടൊന്ന് മര്യാദക്ക് വരച്ചെടുക്കാൻ പറ്റണേന്ന്. കണ്ണടിക്കൊക്കെ സെറ്റായില്ലേ? സെറ്റ്. അപ്പതാ ഇനി അടുത്തത് ആൾക്ക് ഈ ഒരു കവിളിലെ പുള്ളി കൂടി വേണമെന്ന്. അതിന്റെ വിശേഷം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.